റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാലിക്കറ്റ് സർവകലാശാല പ്രോ VC നിയമന ചട്ടലംഘനമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റി ആക്ടും സ്റ്റാറ്റ്യൂട്ടും UGC റെഗുലേഷനുകളും പൂർണ്ണമായി നോക്കുകുത്തിയൊക്കെയെന്ന ആരോപണം. പേരോ VC-ആയി നിയമിക്കുന്ന പ്രോ VC-ആയി നിയമിക്കുന്ന ആൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരിക്കണമെന്ന ചട്ടം ലംഘിച്ചു. അഫിലിയേറ്റഡ് കോളേജിലെ അധ്യാപകനെ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി പദവിയിലേക്ക് എത്തിച്ചുവെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാലിക്കറ്റ് UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാലയുടെ PVC നിയമനം വളരെ ധൃതി പിടിച്ചാണ് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ UDF അനുകൂല അംഗങ്ങൾ പോലും അറിയാതെയാണ് വൈസ് ചാൻസലർ ഈ ഒരു അജണ്ട ഔട്ട് ഓഫ് അജണ്ടയായിട്ട് കൊണ്ടുവരുന്നത്. PVC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗ്യത ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരിക്കണം PVC എന്നാണ്. എന്നാൽ അങ്ങനെ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കെ ആ മാനദണ്ഡം പാലിക്കാതെ, ചട്ടങ്ങൾ പാലിക്കാതെ, UGC റെഗുലേഷനെ മുഖവിൽ കിടക്കാതെയാണ് ഈ ഒരു നിയമനം നടത്തിയിട്ടുള്ളത്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം, ആ ഫോറത്തിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ് റഷീദ് അഹമ്മദ് എന്നുകൂടി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഗവർണറുടെ ലോക് ഭവനിൻ്റെ അകത്ത് തിരിഞ്ഞു കളിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. ഇത് യഥാർത്ഥത്തിൽ ചട്ടങ്ങളുടെയും റെഗുലേഷൻ്റെയും കടുത്ത ലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, പല UDF അംഗങ്ങളും അറിഞ്ഞില്ല എന്നുള്ളതാണ് ആരോപണം. പക്ഷേ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്ത് ചട്ടലംഘനമാണ് ഇടതംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? മധു, കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് പ്രോ VC നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജണ്ടയാക്കി വെച്ചുകൊണ്ട് VC നടപ്പാക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഈ അജണ്ട വെക്കുന്നതിന് മുൻപ് മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിക്കണമെന്ന ഒരു നിയമവിധിയുണ്ട്, ചട്ടമുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് VC സ്വന്തം താല്പര്യാർത്ഥം ഇത്തരമൊരു നിയമനം നടത്തിയത് എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ പറയുന്നത് പ്രോ VC നിയമനം കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒന്നാണ്. അതിൽ നിയമനം നടത്തുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ യോഗ്യനായ ഒരാളെ വേണം പ്രോ VC ആയി നിയമിക്കാൻ എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരിക്കണം ഒരു പ്രോ VC എന്നുള്ളത് ചട്ടം പറയുന്ന കാര്യമാണ്. 2010 പുറത്തിറക്കിയ ചട്ടം ഉൾപ്പെടെ ഇക്കാര്യം പറയുന്നുണ്ട്. പക്ഷേ അഫിലിയേറ്റഡ് കോളേജിലെ ഒരു അധ്യാപകനെ അത്തരത്തിൽ പ്രോ VC ആയി നിയമിക്കുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് UDF-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതായത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതായത് 2010 ശേഷം 2018 നടത്തിയ ഭേദഗതിയിൽ, കൃത്യമായ ചട്ടങ്ങളിൽ നടത്തിയ ഭേദഗതിയിൽ ഇത്തരത്തിൽ മറ്റ് അഫിലിയേറ്റഡ് കോളേജിലെ അധ്യാപകർക്കും ഇത്തരത്തിൽ പ്രോ VC ആകാമെന്നുള്ള സൂചനകളും അല്ലെങ്കിൽ അതിൻ്റെ സാധുതകളും പറയുന്നുണ്ട് എന്നുള്ളതാണ് UDF സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം നിയമനം നടത്തിയത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദമായി പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആകേണ്ട സാഹചര്യമില്ല, അല്ലാത്തയാൾക്കും പ്രോ VC ആയി നിയമനം നടത്താമെന്നുള്ള കാര്യം കൂടി 2018 നിയമാവലിയിൽ ചട്ടത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ പ്രത്യാരോപണങ്ങളാണ് സിൻഡിക്കേറ്റിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം പുതിയ സർക്കാർ വന്നതിന് ശേഷം നോമിനേറ്റ് ചെയ്ത 6 അംഗങ്ങൾ പങ്കെടുത്ത പുതിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ UDF അംഗങ്ങൾ പോലും അറിയാതെയാണ് ഈ അജണ്ട നടപ്പാക്കിയത് എന്നുള്ളൊരു ആരോപണം കൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ VC രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാധു, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്.